ബേപ്പൂർ സമഗ്ര ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് ICRTC ഗോൾഡ് അവാർഡ്. ഗ്രാമീണ തൊഴിൽ സംരംഭങ്ങളെ കൂട്ടിയോജിപ്പിച്ച് പ്രകൃതിക്ക് അനുയോജ്യമായ വിധത്തിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് ബേപ്പൂർ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി. പദ്ധതിക്ക് ലഭിച്ച അംഗീകാരം വിവിധ തൊഴിൽ സംരംഭങ്ങളെ ഏകോപിച്ച് വൻകിട പദ്ധതിയായി മാറ്റുന്ന സ്ത്രീകളെ അടക്കമുള്ളവർക്ക് അഭിമാന നിമിഷങ്ങൾ കൂടിയാണ്. ബേപ്പൂർ സമഗ്ര ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് ICRT ഗോൾഡ് അവാർഡ് ലഭിക്കുമ്പോൾ ബേപ്പൂരിലെ ജനജീവിതത്തിൽ തന്നെ മാറ്റം വരുത്തിയ പദ്ധതിക്ക് കൂടിയാണ് അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. സംസ്കാരവും പ്രകൃതി മനോഹാരിതയും ജനജീവിതവുമായി കോർത്തിണക്കിക്കൊണ്ട് സഞ്ചാരികളെ ആകർഷിക്കുന്ന പദ്ധതികളാണ് ബേപ്പൂരിൽ നടപ്പിലാക്കിയത്. ബ്രാൻഡഡ് കാൻഡിൽ മേക്കിംഗ് നല്ല നിലയിൽ ഇവിടെ സംഘടിപ്പിച്ചു. കരകൗശല വസ്തുക്കൾ, പേപ്പർ ബാഗ്, കടലാസ് ബാഗ് നല്ല നിലയിൽ പോയി. ക്ലോത്ത് ബാഗ്, സൊവനിയർ, ഉരു ഉൾപ്പെടെ ഉള്ള സൊവനിയറുകൾ ഒരു ട്രെൻഡായി മാറി. ക്ലേ പോട്ടറി തുടങ്ങിയ നിരവധി തനത് ഭക്ഷണശാലകൾ വരെയുള്ള യൂണിറ്റുകളാണ് ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത്. ബേപ്പൂരിലെ മെഴുകുതിരി യൂണിറ്റ് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ബ്രാൻഡായി മാറി. കലാകാരികളായ വനിതകൾ ബീച്ച് മണലും കക്കയുമടക്കം ഉപയോഗിച്ച് നിരവധി കലാരൂപങ്ങളാണ് സൃഷ്ടിച്ചത്. ഇവയ്ക്കൊക്കെ വൻ അംഗീകാരവും ടൂറിസം മേഖലയിൽ വിൽപ്പന മൂല്യവും ലഭിച്ചത് തന്നെയായിരുന്നു പാക്കേജിന്റെ വിജയവും. സർക്കാരിൻ്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ചിട്ടുള്ള ആൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ചെയ്യാനും ഒക്കെ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. ഒരു വൻ വിജയമായിരുന്നു അത്. ഞങ്ങൾക്ക് അതൊരു പ്രചോദനമായിരുന്നു. ഞങ്ങളെ ആത്മവിശ്വാസം കൂടുതൽ വർദ്ധിക്കുകയാണ് ചെയ്തത്. ടൂറിസം റിസോഴ്സ് മാപ്പിംഗ്, റിസോഴ്സ് ഡയറക്ടറി എന്നിവ തയ്യാറാക്കി. കമ്മ്യൂണിറ്റി ടൂർ പാക്കേജുകൾ, സ്ത്രീ സൗഹൃദ വിനോദസഞ്ചാരം, സ്ട്രീറ്റ് പദ്ധതി എന്നിവ ആരംഭിച്ചു. പ്രാദേശികമായി 400ഓളം പേർക്ക് പ്രത്യേക പരിശീലനം നൽകി. ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സൊസൈറ്റിയിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് വിവിധ സംരംഭങ്ങൾ ആരംഭിക്കാൻ പ്രോത്സാഹനം നൽകിയത് ഏറെ വിജയം കണ്ടു എന്നത് തന്നെയാണ് പ്രത്യേകത. വീട്ടമ്മമാർക്ക് ഉൾപ്പെടെ വരുമാനം ലഭ്യമാക്കുന്ന നിരവധി പ്രവർത്തനങ്ങളാണ് ബേപ്പൂരിൽ നടപ്പിലാക്കിയത്. ആഗസ്റ്റ് 30-ന് ഡൽഹിയിൽ നടക്കുന്ന കോൺഫറൻസിൽ ICRT ഗോൾഡ് അവാർഡ് സമ്മാനിക്കും. കൈരളി ന്യൂസ്, കോഴിക്കോട്.